ഹായ് കുമാരിമാര്, ഇന്ന് രണ്ട് സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ ഫേസ്ബുക്ക് ഫാമിലി 25,000 കടന്ന ദിവസമാണ് ഇന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 3 മാസം കൊണ്ടാണ് ഇത് നേടിയെടുത്തത്. രണ്ടാമത്തെ സന്തോഷ വാർത്ത, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററായ ഗോൾഡൻ പാലസിൽ ഈ മാസം 2 മുതൽ 9 വരെ സീ ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അതിലോട്ട് ഇന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മന്ത് 2 തുടങ്ങി 9 അവസാനിക്കും. നമ്മൾ സാധാരണ സദ്യയൊക്കെ കാണാറുണ്ട്, കഴിച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി സദ്യ, ബിരിയാണി സദ്യ. കുറെ ഐറ്റംസ് ഉണ്ട്. എന്താണെന്ന് ചോദിക്കാം. ചേട്ടാ, ചേട്ടയുടെ പേര് പറഞ്ഞില്ല. ഗിരീഷ്. ഗിരീഷ്, പറയാമോ? അത് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ബീഫ് റോസ്റ്റ് ശകലം, 2 സലാഡ്, റൈത്ത, 2 അച്ചാറ്, ചിക്കൻ ഫ്രൈ, ബിരിയാണി, മുട്ട, ജ്യൂസ്, പായസം. ഒരിക്കൽ എടുത്ത് വെച്ചിരിക്കുന്ന അയില കണ്ടില്ലേ? നല്ല പച്ച അയില, പോരാഞ്ഞിട്ട് നല്ല അരപ്പിന്റെ മണവും. അതുപോലെ തന്നെ ചൂരയും വിളമീനും എല്ലാം നല്ല പച്ച മീനായിരുന്നു കേട്ടോ. പിന്നെ രുചിയുടെ രാജാവ് നെമ്മീന് പീസൊക്കെ കണ്ടില്ലേ? നല്ല നടുക്കണ്ടം. ഞാനിതുവരെ നെമ്മീന് കഴിച്ചിട്ടില്ല, എടുത്തിട്ടേ ഉള്ളൂ. കാരണം കടപ്പുറത്ത് എടുക്കുമ്പോൾ നല്ല റേറ്റ് ആവുന്നതോടെ നമ്മൾ കൈവയ്ക്കാറില്ല കഴിക്കാൻ. പിന്നെ കൊതി ഊറും തലക്കറി, ഇതിന്റെ കൂടെ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ കിടക്കാൻ വേറെ ഒരു രക്ഷയില്ല. ഇവിടുത്തെ ബിരിയാണി എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണോ. ഞാനും കഴിച്ചു. ചെമ്പല്ലി കണ്ടില്ലേ കുമ്പരുവരെ? അതിന്റെ വളവ് പോലും മാറിയില്ല, നല്ല പച്ച മീന. ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ നമ്മളെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ടോ? കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ടോ? ഭയങ്കര ത്രില്ലിലാണ്. ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് ബിരിയാണി സദ്യയായിരുന്നു. സംഭവം പൊളിയായിട്ടുമായിരുന്നു, ഒരു രക്ഷയില്ല. അടുത്ത നമുക്ക് സദ്യ എത്തി. സദ്യയുടെ കൂടെ സാധാരണ നമുക്ക് മലക്കറി വെജിറ്റേറിയൻ ഒക്കെ കിട്ടാറുള്ളൂ. ഇതാണെങ്കിൽ ഒരു രക്ഷയില്ല. കുറേ അധികം മീൻകറിയും ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു. അയില ഫ്രൈ, ചൂര ഫ്രൈ, കൊഞ്ച് ചമ്മന്തി, കൊഞ്ച് ഫ്രൈ, പിന്നെ നെമ്മീൻ ഫ്രൈ. പറയണ്ടല്ലോ, ഇത്രയും രുചിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ബിരിയാണി സത്യം മോളാണ് കഴിച്ചത്. സാധാരണ ഫുഡൊക്കെ താല്പര്യമില്ലാതെ കഴിക്കുന്ന ആളാണ്. അവളാണെങ്കിൽ അത്ര അങ്ങ് കഴിച്ചു തീർത്തു. പറയാൻ തന്നെ അമ്മ നല്ല രുചിയാണ് അമ്മ, കഴിക്കാൻ തന്നെ. ഞാനും ഊണാണ് വാങ്ങിച്ച് കഴിച്ചത്. വേറെ ഊണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗംഭീര ഊണായിരുന്നു. എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കണമെന്ന് അറിയത്തില്ല, അത്രയ്ക്കും ഉണ്ടായിരുന്നു ഐറ്റംസ്. ചൂരക്കറിയെ കണ്ടപ്പോൾ വീട്ടിലെ കറിയുടെ ഓർമ്മയാണ് വന്നത്. ഈ മാസം 9 വരെയാണ് ഇവിടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. കടൽ വിഭവങ്ങൾ കഴിക്കാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് വിട്ടോളൂ. കൊഞ്ച് തോര ഒരു രക്ഷയില്ല, അത് എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ലൊക്കേഷൻ മറക്കണ്ട, നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ഗോൾഡൻ പാലസ് കൺവെൻഷൻ സെന്ററാണ്. റെസ്റ്റോറന്റിന് പുറമെ വലുതും ചെറുതുമായ 9 ഓഡിറ്റോറിയങ്ങൾ വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കാണാൻ തന്നെ നല്ല സ്റ്റൈല്, ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ വേറെ ലെവലിലിരിക്കും. ഗോൾഡൻ പാലസിലെ ഏറ്റവും വലിയ ഹാളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേര് ഗോൾഡൻ ലെക്സ് എന്നാണ്. ഇതിന്റെ കപ്പാസിറ്റി വന്നിട്ട് 4000+ ആണ്. എല്ലാ ആധുനിക രീതിയിലുള്ള ഫെസിലിറ്റീസും അടങ്ങുന്ന ഒരു ഹാളാണിത്. ഓരോ ഫംഗ്ഷൻ അനുസരിച്ചാണോ പ്രൈസ് അറേഞ്ച് ചെയ്യുന്നത്? അതൊക്കെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, നമ്മൾ കൊടുക്കുന്ന സർവീസ്, നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാവർക്കും ഒരുപോലെ. ഇവിടെ എത്തേണ്ട ലൊക്കേഷൻ ഒന്ന് പറയാമോ ചേട്ടാ? ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും കൃത്യമായിട്ട് ഒരു 30 to 35 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ എത്താനുള്ളത്. ട്രിവാൻഡ്രം കന്യാകുമാരി ബൈപ്പാസിനോട് ചേർന്നാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതെ, തമിഴ്നാട്ടിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും ഒരുപോലെ നമുക്ക് ഇവിടെ വന്ന് എത്തിപ്പെടാൻ കഴിയും. നമ്മൾ ആ കാണുന്നതാണ് ഗോൾഡൻ ആട്രിയം, ഇവിടുത്തെ ഓപ്പൺ ഓഡിറ്റോറിയം. ഔട്ട്ഡോർ ഇവന്റ്സിന് വളരെ പറ്റിയൊരു സ്ഥലമാണിത്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3500+ ആണ്. അതായത് ഒരു 3500 മുതൽ 4000 പേർക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായ ഒരു ഓഡിറ്റോറിയമാണത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കാർ പാർക്കിംഗ് സൗകര്യമാണ്. ഒരേ സമയം 4000-ഓളം കാറുകൾ അതെ 4000-ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ 2 ഹെലിപാഡ് ഉണ്ട് ഇവിടെ. അതെ, 2 ഹെലിപാഡ് ഇപ്പോൾ നിലവിലുള്ള ഒരു ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ആ ഗോൾഡൻ പാലസ് ആണ്.
സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ഹാളിലേക്ക് ഒരു കൂടിപ്പോയാൽ 300 പേരൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം 2-3 പന്തിക്കുള്ള ആൾക്കാരൊക്കെ പുറത്ത് വെയിലത്ത് നിന്ന് ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പ് തന്നെ എല്ലാവരെയും ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റും. അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞ ഫെസിലിറ്റീസിലെ മറ്റൊരു ഭാഗമാണിത്. ഇവിടെ കാർ പാർക്കിംഗ് 4000+ കാർ പാർക്കിംഗ് ഞാൻ പറഞ്ഞായിരുന്നു. അതോടൊപ്പം 2 ഹെലിപ്പാഡ് പറഞ്ഞായിരുന്നു. അതിൽ ഒരു ഹെലിപ്പാഡാണ്, പ്രധാന ഹെലിപ്പാഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, മോക്ക് ഭയങ്കര ആഗ്രഹമാണ് ഹെലികോപ്റ്ററിൽ കയറൊന്നും നടക്കുമെന്ന് അറിയത്തില്ല, നോക്കാം. അതൊക്കെ വളരെ സന്തോഷം കണ്ടില്ലേ? സാധിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഇത്ര സമയം നമുക്ക് എല്ലാം കാണിച്ചു തന്നതിനും ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ചേട്ടന് നന്ദി പറഞ്ഞു. എൻ്റെ പേര് അനൂപ് SS എന്നാണ്. ഞാനിവിടെ സ്റ്റോർ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ആള് നല്ല സ്മാർട്ടാണ്. കാരണം നല്ല രീതിക്കാണ് നമുക്ക് എനിക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നത്.